വീണ്ടും റോഡിലിറങ്ങി മൂന്നാറിലെ കാട്ടാന പടയപ്പ. മൂന്നാറിൽ നിന്ന് മറയൂർ പോകുന്ന റോഡിൽ തലയാർ ഭാഗത്താണ് പടയപ്പ ഇറങ്ങിയത്. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ, വീണ്ടും പടയപ്പയുടെ വിളയാട്ടം എന്ന് പറയേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? ഇപ്പോൾ വീണ്ടും റോഡിലിറങ്ങി നാട്ടുകാരെയൊക്കെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? നിന്ന് മറയൂർ പോകുന്ന റോഡിലാണ്, തലയാർ ഭാഗത്താണ് ഇപ്പോൾ പടയപ്പ ഇറങ്ങിയിരിക്കുന്നത്. റോഡിലിറങ്ങിയ പടയപ്പ ഒരു വഴിയോര കട നശിപ്പിച്ചിട്ടുണ്ട്. ദീർഘനേരം അവിടെ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ പടയപ്പയെ കൊണ്ട് മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വന്യമൃഗശല്യത്താൽ വലയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാട്ടുപന്നി ആക്രമണം, അതുപോലെ തന്നെ കാട്ടുപോത്തുകളുടെ ആക്രമണം, ആനയുടെ ആക്രമണം. നമുക്കറിയാം, ഇന്നലെയാണ് ഒരാൾ കാട്ടാന ആക്രമണത്തിൽ മൂന്നാറിൽ കൊല്ലപ്പെട്ടത്. ഈ 2 മാസത്തിനുള്ളിൽ 4 പേരാണ് വിവിധ കാട്ടാന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന ധന്യ എന്ന് പറയുന്ന വ്യക്തിയെ കാട്ടുപന്നി ഇടിച്ചിടുന്ന ഒരു സാഹചര്യമുണ്ടായി. 10ഓളം പന്നികളുടെ കൂട്ടമാണ് ഈ സ്കൂട്ടർ യാത്രികർക്ക് നേരെ ആക്രമണം നടത്തിയത്. ആള് ഇപ്പോൾ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. അതുപോലെ തന്നെ കാന്തല്ലൂർ, കിഴന്തൂർ, കാരയൂർ എന്നീ പ്രദേശങ്ങളിലൊക്കെ 10ഓളം കാട്ടുപോത്തുകളുടെ സംഘം കൃഷിയിടങ്ങളിലിറങ്ങി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വന്യമൃഗ ശല്യത്താൽ ജനങ്ങൾ പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആതിര. ജോസിൽ, അതോടൊപ്പം ആന ഇപ്പോഴും ഈ റോഡിലിറങ്ങി തന്നെ നിൽക്കുകയാണോ? ആന അതോ മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ മാറിയിട്ടുണ്ടോ? എന്താണ് നിലവിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്? ആന നിലവിൽ ഇപ്പോൾ റോഡിൽ നിന്ന് മാറിയിട്ടുണ്ട്. എങ്കിലും എപ്പോൾ വേണം, നമുക്കറിയാം, ഈ പടയപ്പ എന്ന് പറയുന്ന ആന വർഷങ്ങളോളം മൂന്നാറിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉള്ളതാണ്. 1990 കാലഘട്ടം മുതൽ മൂന്നാറിൻ്റെ ഭാഗങ്ങളിൽ ഉള്ളതാണ്. നേരത്തെ ആന പ്രകോപിതനായിരുന്നില്ല. എന്നാൽ കുറച്ചു കാലമായി ആന വാഹനങ്ങൾ ആക്രമിക്കുകയും അതുപോലെ തന്നെ കടകൾ തകർക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ധാരാളം ഫാൻസും ആ മേഖലയിലുള്ള ആനയാണ് പടയപ്പ. എങ്കിലും അതൊരു വന്യമൃഗമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്നും ജനങ്ങളെ എപ്പോഴാണ് ആക്രമിക്കാൻ തുടങ്ങുന്നതെന്നും പറയാൻ പറ്റില്ല. ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിലുള്ള പടയപ്പയുടെയും സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുകയാണ്. എന്നാൽ അവിടെയുള്ള മുറിവാലൻ അടക്കമുള്ള മറ്റ് ഒറ്റക്കമ്പൻ അടക്കമുള്ള ആനകളെല്ലാം തീർത്തും അക്രമകാരികളാണ്. മനുഷ്യരെ കണ്ടാൽ തന്നെ ഓടിവന്ന് ആക്രമിക്കുന്നൊരു സ്ഥിതിയുണ്ട്. പടയപ്പ അത്തരത്തിൽ ഉള്ള ഒരു ആനയായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ ആനയുടെയും സ്വഭാവം മാറി വരുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങളെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആതിര, ഇന്നിപ്പോൾ അക്രമ സംഭവങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ജോസിൽ? നിലവിൽ അവിടെ ആ റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഒരു വഴിയോര കടയാണ് പടയപ്പ നശിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ജനങ്ങൾ ആനയെ അവിടെ നിന്ന് തുരുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ റോഡിൻ്റെ പരിസരത്തില്ല, തേയിലത്തോട്ടത്തിലേക്ക് പടയപ്പ നീങ്ങിയിരിക്കുകയാണ്. ജോസിൽ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇടുക്കി ജില്ലയിലെ ഈ ജനവാസ മേഖലയിലൊക്കെ തന്നെ ഇത്തരത്തിൽ വന്യജീവി ആക്രമണം അത് കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. പൊതുവിൽ ഈ ആനശല്യം ഒഴികെ നേരത്തെ കാട്ടുപന്നി ആക്രമണത്തെ കുറിച്ചും ജോസിൽ സൂചിപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു വന്യമൃഗ ആക്രമണത്തിൽ ജനങ്ങൾ കടുത്ത ഭീതിയിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജോസിൽ, തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ ഹൈറേഞ്ച് ഭാഗത്ത് മാത്രമായിരുന്നു ഈ വന്യമൃഗ ശല്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ലോ റേഞ്ചിൻ്റെ പരിസരങ്ങളിലേക്കും ഈ ഇത്തരത്തിൽ കാട്ടുപന്നിയും അതുപോലെ തന്നെ കാട്ടുപോത്ത്, കുരങ്ങ് അടക്കമുള്ള വന്യജീവികൾ ഇറങ്ങി വ്യാപകമായ കൃഷിനാശം ഉണ്ടാക്കുന്നതിലെല്ലാം ഇടുക്കിയിലെ കർഷകർ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം വന്യമൃഗ ശല്യത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലടക്കം ആവശ്യങ്ങൾ ജനങ്ങൾ ഉന്നയിച്ചിരുന്നു. നവകേരള സദസ്സിലെ ഒരു പ്രധാന ആവശ്യം തന്നെ ഈ വന്യമൃഗ ശല്യത്തിൽ നിന്നും മോചനം ലഭിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള കേന്ദ്ര നിയമങ്ങളാണ് ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കേന്ദ്ര നിയമത്തിൽ തന്നെ വനം വന്യജീവി സംരക്ഷണം എന്ന് പറയുന്നത് കേന്ദ്ര നിയമത്തിൽപ്പെട്ട കാര്യമാണ്. അതിൽ കൃത്യമായി ഇടപെടൽ നടത്തുവാൻ സാധിക്കുന്ന രീതിയിൽ ഈ നാട്ടിലെ MP അടക്കമുള്ള ആളുകൾ പാർലമെൻറ്റിൽ തന്നെ സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംയുക്തമായ ഒരു ഇടപെടലിൽ കൂടെ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനത്തെ രക്ഷിക്കാനാവൂ. ആതിര.
ശരി ജോസൽ, എന്തായാലും വീണ്ടും റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ് മൂന്നാറിലെ കാട്ടാനായിട്ടുള്ള പടയപ്പ. മൂന്നാറിൽ നിന്ന് മറയൂർ പോകുന്ന റോഡിൽ തലയാർ ഭാഗത്താണ് പടയപ്പ ഇറങ്ങിയത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ജോസൽ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.